ഹായ് എവരിവൺ, ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോ വാച്ചിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓപ്പോ വാച്ചിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ എനിക്ക് ഈ വാച്ചിൽ നിന്ന് കിട്ടുന്ന പ്രോസും കോൺസും ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് സദാസമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് നമ്മുടെ അൺബോക്സിങ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ അതിന് നല്ലൊരു പ്ലാസ്റ്റിക് റാപ്പറിങ് കൂടിയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു വല്ല സ്ക്രാച്ചിങ്ങോ ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നതല്ല. ഇനി നമുക്കിതിൻ്റെ താഴെ തട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ചാർജർ അതേപോലെ കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ബക്കിളാണ്. നമുക്കിവിടെ എക്സ്ട്രാ ഒരു ബക്കിളോടെ ലഭിക്കുന്നതാണ്. കാരണം നമ്മുടെ ഉള്ളത് നിന്ന് കളഞ്ഞു പോകണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരെണ്ണം തരുന്നുണ്ട്. അതാണ് ആ ബക്കിൾ. ഇനി സെക്കൻഡായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നതെന്ന് പറയാൻ നമ്മളൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും പിന്നെ നമുക്കൊരു സേഫ്റ്റി ഗൈഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോടെ തന്നെ വരുന്ന 2 ബുക്ക്ലെറ്റുകളാണ്. നമ്മളിവിടെ ചൂസ് ചെയ്ത വേരിയൻ്റ് എന്ന് പറയുന്നത് മീൻസ് വാച്ചിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത് 41mm ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചാർജറിലേക്ക് കിടക്കാം. ചാർജർ എന്ന് പറയുന്നത് നമുക്കൊരു മാഗ്നറ്റിക് ചാർജറാണ് അവിടെ ലഭിക്കുന്നത്. ഒരു മാഗ്നറ്റിക് ചാർജർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ വാച്ചുമായിട്ട് അട്രാക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മീൻസ് നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജർ നമുക്ക് 1 ആമ്പിയറിന് മേലോട്ടുള്ള ഏത് ചാർജർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് 5 വാട്ട് 2 ആമ്പിയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ചാർജർ. ഇനി നമുക്ക് ഇവിടെ VOCC ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഡിവൈസിൽ ഇനേബിൾ ആണ്, മീൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ USB പോർട്ടാണ് ലഭിക്കുന്നത്. നമുക്ക് ഏത് ചാർജറിൽ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് 1 ആമ്പിയറിന് മേലോട്ടായിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ച് ഒന്ന് പവർ ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് താഴെ ഇവിടെ 2 ബട്ടണുകൾ മീൻസ് സൈഡിൽ നമുക്ക് 2 ബട്ടണുകൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഗ്രീൻ ബട്ടൺ ലഭിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഏതാനും സെക്കൻഡുകൾ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ സ്റ്റാർട്ട് ആവുന്നത് കാണാമായിരിക്കും. നമുക്ക് ഓപ്പോയുടെ ലോഗോ തന്നെ ഇവിടെ വരുന്ന കാണാവുന്നതായിരിക്കും. ഓപ്പോയുടെ ലോഗോ കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ വെയർOS ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ലോഗോ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇങ്ങനൊരു 1-2 മിനിറ്റൊക്കെ എടുക്കുന്നതായിരിക്കും ഇതിങ്ങനെ കിടന്ന് കറങ്ങി. എന്നിട്ടായിരിക്കും നമ്മുടെ വാച്ച് ഒന്ന് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നമ്മുടെ വാച്ചൊക്കെ ഒന്ന് സ്റ്റാർട്ട് ആയതുകൊണ്ട് എല്ലാം റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാച്ച് ഫേസിങ് ലഭിക്കുന്ന നമുക്കിവിടെ അവരുടെ തന്നെ ഒരു വാച്ച് ഫേസസ് ആണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ സൈഡിലോട്ട് മീൻസ് അപ്പുറത്തെ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ലഭിക്കും. ഇപ്പുറത്തോട്ട് സ്ലൈഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫിറ്റ്നസിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഞാനിപ്പം സ്ക്രോൾ ചെയ്തപ്പോൾ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്യാനൊന്നും അത്ര പറ്റത്തില്ലെങ്കിൽ നമ്മളിപ്പം ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞ് നെറ്റ് കണക്ട് ചെയ്തിട്ട് ഉത്തരം പറയാനൊക്കെ പറ്റും. പിന്നെ ബ്രൗസറിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലേ സ്റ്റോർ ലഭിക്കുന്നുണ്ട്. ആ പ്ലേ സ്റ്റോർ വഴി നമുക്ക് വേണേൽ ഒരു ബ്രൗസറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. ബട്ട് അത് സേഫ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ 2 ബട്ടൺ കാണാൻ കഴിയുന്നതായിരിക്കും. ആ ബട്ടണിലെ മേളത്തെ ബട്ടൺ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഹോം ബട്ടൺ ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. നമുക്ക് തന്നെ ഇവിടെ ഹോം ബട്ടൺ വേണ്ടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നത് നമുക്ക് കോൺടാക്ട്സും അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ പറയുന്നത് തന്നെ നമുക്കിവിടെ ഗൂഗിളിൻ്റെ ഫിറ്റ്നസ്സും ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓപ്പോടെ ലഭിക്കുന്നുണ്ടെങ്കിലും ഗൂഗിളിൻ്റെയും വെയർOS ആയതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെയും ഫിറ്റ്നസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറയുന്ന ഫോൺ കോളിങ്ങിനും അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ക്ലോക്കും വോയിസ് റെക്കോർഡറും ഗൂഗിൾ ട്രാൻസ്ലേറ്ററും പ്ലേ സ്റ്റോറും മാപ്സ് അതേപോലുള്ള കാര്യങ്ങളും പിന്നെ ഗൂഗിൾ നോട്ട്സും പിന്നെ മീഡിയ പ്ലെയറും അതേപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്കിവിടെ വേണേൽ നമുക്കിവിടെ ഗൂഗിൾ പ്ലേ മീൻസ് നമ്മുടെ ഗൂഗിൾ പ്ലേ മീൻസ് മ്യൂസിക് അത് നമുക്കിവിടെ ഓൺലൈനായിട്ട് നമുക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റുന്നതാണ്. അതേപോലെ സ്പൂട്ടി അതേപോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഓൺലൈനായി മ്യൂസിക് കേൾക്കാവുന്നതാണ്. അല്ലാതെ കേൾക്കണമെങ്കിൽ തന്നെ നമുക്ക് അവിടെ മീഡിയ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരെണ്ണം നമുക്കിവിടെ മൊബൈലിലും വാച്ചിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഓഫ്ലൈനായിട്ട് മ്യൂസിക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പ്ലേ സ്റ്റോറിലോട്ട് തന്നെ പോകുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ ആപ്സുകൾ ഫിറ്റ്നസ്സിനുള്ള ആപ്സ് ഉണ്ട്, മീഡിയ ഉണ്ട്, വെയർOSനുള്ള ആപ്സുകളുണ്ട്. അതുപോലുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ നമ്മുടെ വാച്ചിലെ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വേറെ റിവ്യൂയിലേക്ക് മീൻസ് നമ്മുടെ ഫിറ്റ്നസിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. അതെന്ന് പറയുന്നത് നമുക്കിവിടെ ഗൂഗിളിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യം പറയുന്നത് തന്നെ നമുക്കിവിടെ പല ഫീച്ചറുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മീൻസ് ഈ ലോകത്തുള്ള മിക്ക സ്പോർട്സിൻ്റെയും ഫീച്ചേഴ്സ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഓപ്പോയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ ഫിറ്റ്നസ് റണ്ണ്, ഫാറ്റ് ബേൺ റണ്ണ് അതേപോലെ കുറേ ഇതും കഴിഞ്ഞിട്ട് കുറേ ഉണ്ട്. നമുക്കിവിടെ 5 മിനിറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഇതുണ്ട്, സ്ലീപ്പ് മോണിറ്ററിങ്ങും ഉണ്ട്. അതേപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ആപ്പിൾ വാച്ചിൻ്റെ ലുക്കൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നും അഴിഞ്ഞൊന്നും പോത്തൊന്നുമില്ല. നല്ലൊരു അമലോഡ് ഡിസ്പ്ലേ ഒക്കെയാണ് ഇതിൽ.
ഇനിയും വാച്ചിലേക്ക് തന്നെ തിരിച്ച് വരുവാണെങ്കിൽ തന്നെ നമുക്കിവിടെ താഴെ നിന്ന് മേലോട്ട് നമ്മളൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്തെടുക്കുവാണെങ്കിൽ തന്നെ നമുക്കിവിടെ വേറെ കുറേ ഫീച്ചറുകളൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ മൊബൈലിൽ ലഭിക്കുന്ന തന്നെ കുറേ ഫീച്ചർ ലഭിക്കുന്നുണ്ട്. ലൈക്ക് വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ളതും, എയർപ്ലെയിൻ മോഡ്, സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത്, ടോർച്ച്, അതേപോലെ തിയേറ്റർ മോഡുകൾ, ഡു നോട്ട് ഡിസ്റ്റർബ്, അതേപോലെ കുറേ നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ സെറ്റിങ്സിന് ഒരു ഷോർട്ട് കട്ട് അവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇവിടെ തിയേറ്റർ മോഡിലൊക്കെയാണെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ബട്ടൺ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വാച്ച് ഓൺ ആകത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇവിടെ സെൻസറൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ടോർച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ LED ലൈറ്റ് ഒന്നും ലഭിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഡിസ്പ്ലേ തന്നെയാണ്. നമുക്കവിടെ ഒരു വൈറ്റ് ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഇത് വെച്ചായിരിക്കും നമുക്കിവിടെ ലൈറ്റിങ് വരുന്നത്. പിന്നെ വേറെ ഫീച്ചറുകൾ എന്ന് പറയുന്നത് തന്നെ ഗൂഗിൾ ഫിറ്റിൻ്റെ ഞാൻ വിട്ടുപോയതാണ്. കാരണം നമുക്ക് റിലാക്സിങ്ങിനുള്ള ഓപ്ഷനുകളും നമുക്ക് പിന്നെ ബ്രീത്തിങ് നമ്മുടെ കൂട്ടം മീൻസ് നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ എക്സസൈസുകൾ കൂട്ടുന്നത്, അതേപോലെ കുറേ ഫീച്ചറുകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. പിന്നെ സെൻസറുകളുടെ കാര്യം പറയുന്നത് തന്നെ എല്ലാ സെൻസറും നമുക്ക് ബാക്കിലാണ് ലഭിക്കുന്നത്. പിന്നെ ഇവിടെ മാഗ്നറ്റിക് ചാർജറിങ് മീൻസ് മാഗ്നറ്റിക് ചാർജ് 4 മെറ്റാലിക് ഡോട്ടുകൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കാരണം ഈ ഇത് വെച്ച് അട്രാക്ട് ചെയ്താണ് നമ്മുടെ ചാർജ് കയറുന്നത്. മീൻസ് നമ്മുടെ അഡാപ്റ്ററിൽ നിന്ന് നമ്മുടെ വാച്ചിലേക്ക് ചാർജ് കയറുന്നത്. ഇതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ ഇപ്പുറത്തെ സൈഡിലാണ്ട് സ്പീക്കർ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ തന്നെ നമുക്കൊരു ഗ്രീൻ ബട്ടണും, അത് നമുക്ക് പവർ ഓഫിനും പവർ ഓണുമാണ്. പിന്നെ ഒരു സാധാരണ ബട്ടണും, അതിന് നമുക്കൊരു മൈക്രോഫോൺ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ റിമൂവൽ സ്ട്രാപ്പാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നതായിരുന്നുണ്ട് റിമൂവ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ റിമൂവ് ചെയ്യാൻ ഇച്ചിരി പാടാണെങ്കിലും അത്ര വലിയ വിഷയങ്ങളൊന്നുമില്ല. കാരണം നല്ല സ്ട്രോങ് മെക്കാനിസമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നല്ല സ്ട്രോങ് മെക്കാനിസമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ബോഡിയുടെ കാര്യം പറയുന്നത് തന്നെ കണ്ടത് ഗ്ലാസ് ഫിനിഷിംഗ് ആണെങ്കിലും ഇത് ഗ്ലാസ് ഒന്നുമല്ല, വെറും നമ്മുടെ പ്ലാസ്റ്റിക് തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റിയിലോടാണ് വാച്ച് വന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലെ കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ വാച്ചിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ താഴെ നിന്ന് മേലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസിലൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മീൻസ് ഇപ്പോൾ വാട്സപ്പിൽ നിന്നൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റിക്കറും ഇമേജസൊക്കെ അതേ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കൂടാതെ തന്നെ ക്വിക്ക് റിപ്ലൈ നമുക്ക് കൊടുക്കാനും നമുക്ക് ടൈപ്പ് ചെയ്യാനും നമുക്ക് വോയിസ് ആയിട്ട് നമുക്ക് അയക്കാനും എല്ലാം നമുക്ക് ഇവിടെ ഉള്ള ഓപ്ഷനുകൾ ഉണ്ട്. ഇനി ഇതിൻ്റെ വേറെ കാര്യം പറയുന്നത് തന്നെ ചില വാച്ചിലൊക്കെ നമ്മൾ ഹോം ബട്ടൺ നോക്കുമ്പോൾ ഭയങ്കര ലാഗായിട്ടൊക്കെ തോന്നും. ഇതിനത്ര വലിയ ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. സ്മൂത്ത് ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ ഇനി വാച്ച് ഫേസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് വാച്ച് ഫേസ് ലഭിക്കുന്നതാണ്. കാരണം നമ്മുടെ ഫോട്ടോ തന്നെ ഇട്ട് നമുക്ക് വാച്ച് ഫേസ് ലഭിക്കുന്നതാണ്. നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് വേറെ ഫോട്ടോസ് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുന്നതാണ്. എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഇവരുടെ തന്നെ വാച്ച് ഫേസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബലൂൺ എന്ന് പറയുന്നൊരു വാച്ച് ഫേസ് വരുന്നുണ്ട്. അത് നല്ല രസമുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട് ഇത് കാണാൻ നമുക്ക്. പിന്നെ ഇവിടെ ഒരു ബ്ലോസം എന്ന് പറയുന്നൊരു വാച്ച് ഫേസ് ഉണ്ട്. ഇത് ഓപ്പോയുടെ തന്നെ ഒരു വാച്ച് ഫേസ് ആണ്. ഇത് കാണാൻ അതൊരു ആനിമേറ്റഡ് വാച്ച് ഫേസ് ആണ്. പിന്നെ ഔട്ട്ഫിറ്റിൻ്റെ ഒരു വാച്ച് ഫേസ് ഉണ്ട്. ഇത് ഞാൻ അല്ലാതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ്. കാരണം നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനോട് അനുയോജ്യമായിട്ടൊരു വാച്ച് ഫേസ് നമുക്ക് ആ സമയത്ത് തന്നെ ജനറേറ്റ് ചെയ്യാൻ അവരുടെ ഹെയർ ടാപ്പ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ജനറേറ്റ് ചെയ്തെടുത്ത ഒരു വാച്ച് ഫേസാണിത്. പിന്നെ ഇവിടെ ചേഞ്ചസ് സ്കൈ എന്ന് പറയുന്ന വാച്ച് ഫേസ് ഉണ്ട്. ഇതാണ് നമുക്കിവിടെ നമ്മുടെ കലണ്ടർ റിമൈൻഡറും എല്ലാം ഒക്കെ അവിടെ ലഭിക്കുന്ന ഒരു വാച്ച് ഫേസാണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഫേസാണ് എന്ന് പറയാം. പിന്നെ ഡിജിറ്റൽ എന്ന് പറയുന്ന വാച്ച് ഫേസൊക്കെ നമ്മൾ ഈ ജോഗിങ്ങിനും എല്ലാ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു വാച്ച് ഫേസാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാച്ച് ഫേസുകളാണ്. മിക്ക വാച്ച് ഫേസുകളും നമ്മളൊന്ന് അട്രാക്ട് ചെയ്യുന്ന വാച്ച് ഫേസ് തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വേറെ കാര്യം പറയാൻ തന്നെ നമ്മുടെ ഈ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന വാച്ച് ഫേസസിൽ തന്നെ നമുക്ക് അതിനകത്ത് തന്നെ വേറെയും വാച്ച് ഫേസ് നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. താഴെയായിട്ടൊരു സെറ്റിംഗ് ബട്ടൺ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആ സെറ്റിംഗ് ബട്ടണിൽ തന്നെയാണ് നമുക്ക് വേണ്ട വാച്ച് ഫേസുകളുടെ എല്ലാം കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഈ വാച്ച് ഫേസുകളാണ് നമുക്ക് ഔട്ട്ഫിറ്റിൽ അല്ലാതെ ലഭിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഇതിൻ്റെ ഡിസൈനുകളും വാച്ച് ഫേസസും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു പ്രീമിയം വാച്ചിൻ്റെ ഫീല് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതാണ് നമുക്ക് ഓപ്പോ ഇവിടെ നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കോൺസ് എന്ന് പറയുന്നത് മീൻസ് ഒരു ഡീഫോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. അത്യാവശ്യം 1 day സ്റ്റെബിലിറ്റി നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെങ്കിലും ഇതിൽ നല്ല കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്ര വലിയ വിഷയങ്ങളൊന്നും നമുക്ക് ബാറ്ററിയിൽ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ സേവ് മോഡാണ്. കാരണം 14 ദിവസം വരെ ഇതിൻ്റെ ബാറ്ററി നിൽക്കുന്ന ഒരു മോഡാണ് ഈ പവർ സേവ് മോഡ് എന്ന് പറയുന്നത്. അത് ഷുവറായിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. 14 ദിവസം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വാച്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനുള്ള ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഈ 41mm നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഇനി നല്ലൊരു വീഡിയോ കാണുന്നതിന് വരെ സൈനിങ് ഔട്ട്. സിറിൽ ബിനു തോമസ് ഓൺ ടെക് വിത്ത് സേ ക്ലബ്. ബൈ.